നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ കാലാവസ്ഥയിൽ ഈ ദിവസങ്ങളിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നുണ്ട്. പല പ്രദേശങ്ങളിലും മൺസൂൺ മഴ ദുർബലമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പ്രധാന കാലാവസ്ഥാ പ്രതിഭാസം ചില പ്രതീക്ഷകൾ നൽകുന്നതാണ്. അതായത് ഇന്ത്യക്ക് കിഴക്ക് 7000 മുതൽ 10000 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ബംഗാൾ ഉൾക്കടൽ മുതൽ മധ്യ പസഫിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖല അതിവേഗം സജീവമാകുന്ന നിരവധി ഉഷ്ണമേഖലാ സംവിധാനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഈ മേഖല ഇന്ത്യയോട് അടുക്കുകയാണെങ്കിൽ ജൂലൈ അവസാന ആഴ്ചയിൽ മഴ തിരിച്ചെത്തിയേക്കാം. ഇനി എന്താണ് ഈ പറഞ്ഞ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ? ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ഒരു സംഗമ സ്ഥാനമാണിത്. ഇവിടെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാര കാറ്റ് കൂട്ടിയിടിക്കുന്നു. അതുവഴി ഈ പ്രദേശത്ത് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ഉയരുന്നു. ഇത് മേഘങ്ങൾ രൂപപ്പെടുന്നതിനും കനത്ത മഴയ്ക്കും കാരണമാകുന്നുണ്ട്. സാധാരണയായി മഴക്കാലത്ത് ഇന്ത്യക്ക് മുകളിലൂടെ ഈ ITCZ വ്യാപിക്കുന്നു. എന്നാൽ ഇത്തവണ അത് കൂടുതൽ കിഴക്കോട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ മുതൽ മധ്യ പസഫിക് വരെ ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. നിരവധി ഉഷ്ണമേഖലാ സംവിധാനങ്ങൾ അതിനുള്ളിൽ ഉൾച്ചേർന്നിരിക്കുന്നു. വടക്ക് പടിഞ്ഞാറോട്ട് ഇന്ത്യയിലേക്ക് നീങ്ങുന്നു. ഈ സംവിധാനങ്ങളിൽ ഒന്നുപോലും ശക്തമാവുകയാണെങ്കിൽ അത് ഗണ്യമായ മഴയ്ക്ക് കാരണമാകും. ആഗോളതാപനം, സമുദ്രോപരിതല താപനിലയിലെ വർധനവ്, മറ്റ് കാലാവസ്ഥാ ഘടകങ്ങൾ എന്നിവയാണ് ഇത്തവണ ITCZനെ കിഴക്കോട്ട് തള്ളിവിട്ടത്. ലാനിന പോലുള്ള അവസ്ഥകളോ പസഫിക് സമുദ്രത്തിലെ മറ്റ് പാറ്റേണുകളോ ഇതിന് കാരണമാകാം. ഈ മേഖല പതിവിലും വളരെ നീളമുള്ളതാണ്. 7000 മുതൽ 10000 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. നിരവധി ന്യൂനമർദ്ദ പ്രദേശങ്ങളും ഉഷ്ണമേഖലാ തിരമാലകളും അതിനുള്ളിൽ സജീവമാണ്. ഈ സംവിധാനങ്ങൾ പതുക്കെ പടിഞ്ഞാറോട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുന്നു. ഈ സംവിധാനങ്ങളിൽ ചിലത് ബംഗാൾ ഉൾക്കടലിൽ എത്തിയാൽ അവ മൺസൂൺ ട്രഫിനെ ശക്തിപ്പെടുത്തുന്നു, കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഇത് കിഴക്കൻ, മധ്യ, വടക്കേ ഇന്ത്യ എന്നിവിടങ്ങളിൽ നല്ല മഴയ്ക്ക് കാരണമാകും. എന്നിരുന്നാലും ഈ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാകുമെന്നും അവ എത്രത്തോളം വെള്ളം എത്തിക്കുമെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. കാലാവസ്ഥാ വകുപ്പും അന്താരാഷ്ട്ര മാതൃകകളും അനുസരിച്ച് ജൂലൈ 20-നും 30-നും ഇടയിൽ ഈ ഉഷ്ണമേഖലാ സംവിധാനങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ബാധിച്ചേക്കാം. ITCZ അടുത്തെത്തിയാൽ ദുർബലമായ മൺസൂൺ വീണ്ടും സജീവമാകും. മഴക്കുറവ് നേരിടുന്ന പല സംസ്ഥാനങ്ങൾക്കും കുറച്ച് ആശ്വാസം ലഭിച്ചേക്കാം. പ്രത്യേകിച്ച് ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുകയും ഒരു ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കനത്ത മഴ വെള്ളപ്പൊക്കത്തിനും കൊടുങ്കാറ്റിനും സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളെ ഉപദേശിക്കുന്നു. കർഷകർ അവരുടെ വിളകൾ സംരക്ഷിക്കാൻ തയ്യാറാകണം. ഇന്ത്യൻ മൺസൂൺ പ്രധാനമായും ITCZന്റെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ITCZ വടക്കോട്ട് മാറുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഇന്ത്യയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇത്തവണ ITCZന്റെ കിഴക്കോട്ടുള്ള സ്ഥാനം മൺസൂണിന്റെ പുരോഗതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖല പടിഞ്ഞാറോട്ട് നീങ്ങുകയാണെങ്കിൽ മൺസൂൺ ട്രഫും സജീവമാകും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാലാവസ്ഥാ വ്യതിയാനം ITCZന്റെ പെരുമാറ്റം കൂടുതൽ ക്രമരഹിതമായി മാറാൻ കാരണമായി. ചിലപ്പോൾ ഇത് കൂടുതൽ വടക്കോട്ടും ചിലപ്പോൾ കൂടുതൽ തെക്കോട്ടും നീങ്ങുന്നു. ഇത് വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ITCZന്റെ ചലനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ ബാധിക്കുന്നതിനാൽ ശാസ്ത്രജ്ഞർ ഇത് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ തിരിച്ചു വന്നാൽ കൃഷിക്ക് അത് സന്തോഷ വാർത്തയാണ്. കൃഷി നശിച്ച പ്രദേശങ്ങളിലെ കർഷകർക്ക് ആശ്വാസം ലഭിക്കും. എന്നിരുന്നാലും പെട്ടെന്നുള്ള കനത്ത മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാനും വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകും. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ഉഷ്ണമേഖലാ സംവിധാനം ഉയർന്ന തിരമാലകൾക്കും കാരണമാകുമെന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സർക്കാരും ഭരണകൂടവും ദുരിതാശ്വാസ സാമഗ്രികൾ മുൻകൂട്ടി തയ്യാറാക്കണം. കാലാവസ്ഥാ പ്രവചനം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം സ്ഥാപിതമായ രീതികളെ മാറ്റിമറിക്കുന്നു. ഇന്ത്യ പോലുള്ള ഒരു കാർഷിക രാജ്യത്തിന് മികച്ച കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള കൃഷിയും ആവശ്യമാണ്. ITCZ പോലുള്ള വലിയ സംവിധാനങ്ങളെ നിരീക്ഷിക്കുന്നതിന്
ഉപഗ്രഹങ്ങൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ, അന്താരാഷ്ട്ര സഹകരണം എന്നിവ കൂടി ആവശ്യമാണ്. നമ്മൾ കൃത്യസമയത്ത് തയ്യാറായാൽ മഴയുടെ തിരിച്ചുവരവ് ഗുണം ചെയ്യും. 7000 മുതൽ 10000 കിലോമീറ്റർ നീളമുള്ള ITZന്റെ രൂപീകരണം ഒരു പ്രധാന കാലാവസ്ഥാ സംഭവമാണ്. അതിനുള്ളിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഉഷ്ണമേഖലാ സംവിധാനം ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുകയാണെങ്കിൽ ജൂലൈ 20 മുതൽ 30ഓടെ ഇന്ത്യയിലേക്ക് മഴ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ തീവ്രതയും ആഘാതവും ഇതുവരെ പൂർണ്ണമായി വ്യക്തമായിട്ടില്ല. ഈ ITZ ഇന്ത്യയിലേക്ക് നല്ല മഴ കൊണ്ടുവരുമെന്നും മൺസൂൺ കമ്മി നികത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പല മേഖലകളിലും ഇപ്പോൾ കൃത്യമായിട്ട് മൺസൂണിൽ ലഭിക്കേണ്ട മഴ ലഭിച്ചിട്ടില്ല. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ള മഴയുടെ അളവ്. ഏതായാലും ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടാവുകയാണെങ്കിൽ മൺസൂൺ കമ്മി നികത്താൻ സാധിക്കും. പക്ഷേ അത് എത്രത്തോളം പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചും കൂടുതൽ പഠനങ്ങൾ അനിവാര്യമാണ്.